இன்னைக்கு இன்னொரு பேர் இருக்கு. ഞാൻ മര്യാദ ആയിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങി വരും, മനസ്സിലായോ? മര്യാദയ്ക്ക് ഇരുന്നോളാം. ഹലോ ഹായ് നമസ്കാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അതിനു മുമ്പും നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പൊളിറ്റിക്കൽ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള വീഡിയോ സീരീസ് ആരംഭിച്ചിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ്. ആദ്യ ദിവസത്തെ കമൻസിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഞാൻ വി.ഡി. സതീശൻ ഹെയ്റ്ററാണ്, അല്ലെങ്കിൽ ഞാൻ പിണറായി വിജയൻ ലവറാണ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് പ്രയോഗങ്ങളൊക്കെ പല സ്ഥലത്തും കണ്ടു. ഭരിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിയെ വിമർശിക്കുക, അല്ലെങ്കിൽ അവരുടെ തെറ്റുകുറ്റങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുക, അവരെ തിരുത്തുക, ഭരണം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷ സ്ഥാനത്ത് വരുന്ന പ്രതിപക്ഷ പാർട്ടി മുന്നണിയാണെങ്കിലും ഇനി അതല്ല മാധ്യമങ്ങളാണെങ്കിലും ഈവൻ ജനങ്ങളാണെങ്കിലും ചെയ്യേണ്ടത്. ഈ ജനാധിപത്യത്തിൻ്റെ തൂണുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, പക്ഷേ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ജനങ്ങൾ ഇതെങ്ങനെയാണ് കാണുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ പൊളിറ്റിക്കൽ സംഭവ വികാസങ്ങളെ ഒന്ന് സംസാരിക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലൈവ് നോക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഈ മാധ്യമങ്ങൾ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട്, ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു, അത് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒരു ഫോട്ടോ ആക്കി അടിച്ച് എല്ലാവരും ഷെയർ ചെയ്യണം. പക്ഷേ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വേറെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ചെറിയൊരു അനാലിസിസ്, ഒരു സമ്പൂർണ്ണ അനാലിസിസ് വീഡിയോ ഒന്നുമല്ല, പക്ഷേ ചെറുതായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ, പിന്നെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ, അതൊക്കെ ചുരുട്ടിക്കൂട്ടി ഒരു ചെറിയ വീഡിയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോ സീരീസ് തുടരും. എന്നെ ആരുടെയെങ്കിലും ലവർ ആക്കിയാലും ഹെയ്റ്റർ ആക്കിയാലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ വി.ഡി. സതീശൻ്റെ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഫേസ്ബുക്ക് ലൈവിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ള വിജ്ഞാപനങ്ങളടക്കം സകലതും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം വന്നു എന്നുള്ളത് അത് ആക്ച്വലി നമ്മൾ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ്. കാരണം സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഇടങ്ങളിൽ മഞ്ഞക്കുറ്റി സ്ഥാപിക്കുകയും അത് ഇവിടെയാണ് വരാൻ പോകുന്നത്, ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ള ധാരണയൊക്കെ ഉള്ളതുകൊണ്ട് സ്വന്തം സ്ഥലം, വീടും സ്ഥലവും ഒന്ന് പണയം വെക്കാൻ പോലും പറ്റാതെ, അത് തന്നെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്, ഒന്ന് പണയം വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകളുണ്ട്. ഈ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ മഞ്ഞക്കുറ്റി അടിച്ചതിൻ്റെ അപ്പുറമൊക്കെ ഉള്ള കുറച്ച് സ്ഥലം ഞാനിപ്പോൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സിൽവർ ലൈൻ പദ്ധതി വരുമ്പോൾ അത് ഇത്ര അടി ഉയരത്തിൽ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്ന് പറയുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായിട്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വീഴ്ചയായിട്ട് ഞാൻ വിലയിരുത്തുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പദ്ധതിയെക്കുറിച്ചും അതുണ്ടാക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എങ്ങനെയാണെന്നും അതിനെ എങ്ങനെ മറികടക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതും ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കാൻ പറ്റിയില്ല. കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട് എങ്കിൽ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ സർക്കാരിന് ദൂരീകരിക്കാൻ സാധിക്കുമെങ്കിൽ ജനങ്ങളൊപ്പം നിൽക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായില്ല. എന്നാൽ ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഇതിനെതിരെയുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടക്കുമ്പോഴും മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്നൊരു കാര്യം പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് അവനവൻ്റെ പറമ്പിൽ മഞ്ഞക്കുറ്റി വന്ന് വീണിട്ടുള്ള ആളുകൾ, അവർക്കതൊരു വലിയ പാനിക് സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും വലിയൊരു ആശ്വാസം പകരുന്ന, പ്രത്യേകിച്ച് പദ്ധതി ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ മഞ്ഞക്കുറ്റികൾ അവർ മാറ്റേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതിയും ആരംഭിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറേ പ്രതിഷേധങ്ങൾ നടക്കുകയും പല ആളുകൾക്കെതിരെ കേസുകൾ വരികയും ചെയ്തിട്ടുണ്ട്. ആ കേസുകളുടെ സ്വഭാവം അനുസരിച്ച് എല്ലാ കേസും റദ്ദ് ചെയ്യുക എന്നുള്ളതല്ല, കേസുകളുടെ സ്വഭാവം അനുസരിച്ച് ഒരു ചർച്ചയൊക്കെ വന്ന് പിന്നെ കോടതിയിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വി.ഡി. സതീശൻ വളരെ വ്യക്തമായിട്ട് ആ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ന്യൂസ് മീഡിയ അതിൻ്റെ പ്രിൻ്റ് അടിക്കുമ്പോൾ എല്ലാ കേസും റദ്ദാക്കും എന്നൊക്കെ പറയുന്ന പോലെയുള്ള പെട്ടെന്ന് അവർ ഒരു ഹെഡിങ് അടിക്കുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ നിയമപരമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ തേടി ഈ പ്രതിഷേധ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളും എത്രയും പെട്ടെന്ന് പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് പറഞ്ഞു. തീർച്ചയായും ഈ മന്ത്രിസഭ എടുത്തിട്ടുള്ള വളരെ മികച്ച തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ എടുക്കാൻ പറ്റുന്ന വളരെ മികച്ചൊരു തീരുമാനമാണിത്. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലെ ഒരു വലിയ സംശയം ദൂരീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിനെ അഭിനന്ദിക്കുമ്പോഴും മുന്നോട്ട് വെക്കാനുള്ളത് LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ പ്ലാനിങ്ങിലുണ്ടായിരുന്നു, നടപ്പിലാക്കിയതുണ്ട്. അതിനെ ഒന്നും നമ്മൾ കുറച്ച് കാണുകയല്ല. അതൊക്കെയും നമ്മുടെ കേരളത്തിന് വരും കാലത്തും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ തീർച്ചയായും അത് മറ്റൊരു തരത്തിൽ ഉപകാരപ്പെടുമായിരുന്നു. പക്ഷെ അത്
ആദ്യം കൺവിൻസ് ചെയ്യേണ്ടിയിരുന്നത് ജനങ്ങളെയായിരുന്നു. പ്രത്യേകിച്ച് സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുപ്പ് ഉണ്ടാകുമ്പോൾ ആ ഭൂമിക്ക് സ്വന്തക്കാരായിട്ടുള്ള ആളുകളെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ആദ്യമേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തായാലും വി ഡി സതീശൻ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇത് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ തന്നെ ഒരുപാട് പഠനങ്ങൾ നടത്തി മനസ്സിലാക്കി എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബദൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ അവർ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും അവർ ഉപേക്ഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങൾ പിൻവലിക്കുകയാണ്. കേസുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ആലോചനകൾ നടത്തിയ ശേഷം പിൻവലിക്കേണ്ട കേസുകൾ അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ പിൻവലിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് PSC റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 31 വരെ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ നൽകും PSCക്ക് എന്ന് പറയുന്നതാണ്. അത് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ 1-2 മാസം 2-3 മാസത്തിന് മുകളിലായിട്ട് എല്ലാവരും ഇലക്ഷൻ്റെ തിരക്കിലാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് 1 മാസത്തോളം സമയമെടുത്തു. മന്ത്രിസഭാ രൂപീകരണവും ഒക്കെ കഴിഞ്ഞ് ഇത്രയും സമയം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ അവരങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഓരോ തവണയും പരീക്ഷ എഴുതുന്നത്, റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷമുള്ള അവരുടെ പ്രതീക്ഷകൾ ഉണ്ടാകുന്നത്, ജീവിതം തന്നെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആ യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാം സ്വപ്നങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്. അതും വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, UDFൻ്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ഭരണകാലം അവസാനിക്കുന്നതിന് മുമ്പ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. വിഷൻ 2031 എന്നാണ് അവരതിന് പേരിട്ടിട്ടുള്ളത്. അതായത് 2031 വി ഡി സതീശൻ മന്ത്രിസഭ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്ക് ഓരോ കാര്യത്തിനും ഓരോ വകുപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ KSRTCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ട്രാൻസ്പോർട്ട് വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പിന് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളും അതിനെക്കുറിച്ച് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട വകുപ്പിലേക്ക്, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നത് ആ വകുപ്പിലേക്ക്, അങ്ങനെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് വീതിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും വളരെ നല്ല കാര്യം. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെ നടപ്പിലാക്കും, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. അതിനുള്ള കൃത്യമായ മറുപടികളും നടപടികളും എത്രയും പെട്ടെന്ന് തന്നെ കൈക്കൊള്ളുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഇനി മറ്റൊന്ന്, ജൂൺ 1 മുതൽ 100 ദിന കർമ്മ പരിപാടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ചിലതൊക്കെ 1-2 പേപ്പർ വർക്കിൽ തന്നെ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്ന് പറയുന്ന ഒരു 100 ദിന കർമ്മ പരിപാടി ജൂൺ 1 ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതും വളരെ നല്ല കാര്യമാണ്. ഇതിന് മുൻപിരുന്ന പല സർക്കാരുകളും LDF UDF ഭേദമന്യേ ഇതുപോലെ കർമ്മ പരിപാടികൾ സംഘടിപ്പിക്കുകയും പല പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ അവരിങ്ങനൊരു തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. 100 ദിനം എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ 1/3. ആ 1/3 സമയം കൊണ്ട് പരമാവധി കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ തീർത്ത് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അതിനെ നോക്കിക്കാണുന്നത്. ആ 100 ദിന കർമ്മ പരിപാടി എങ്ങനെ പോകുന്നു അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പത്മ പുരസ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള ശുപാർശ കമ്മിറ്റി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യവും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിട്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ നിയമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. പിന്നെ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി പാടിയതിൻ്റെ കാരണം ആദ്യത്തെ 2 വരികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യത്തിനെ ദേവിയായി സങ്കല്പിച്ച്, ഹിന്ദു മതസങ്കല്പങ്ങൾ അനുസരിച്ച് ദേവിയായി സങ്കല്പിച്ചുകൊണ്ടുള്ള വരികളാണ്. ആ വരികൾ ഇതിനു മുമ്പ് അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്ലേ ചെയ്യുന്ന ഒരു രീതിയില്ല. പക്ഷേ കേരളത്തിൽ അത് സംഭവിച്ചു. അതിനെക്കുറിച്ച് ചില ചോദ്യോത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ വിവാദം പോലെ പുകഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറയുന്നത് ആ സമയത്താണ് നമ്മളിത് അറിഞ്ഞത്. പിന്നെ നമുക്ക് അന്നേരം ഇത് നിർത്താനൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ തീർച്ചയായും ഒരു മുൻകരുതൽ, ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങെന്ന് പറയുമ്പോൾ അവിടെ അനൗൺസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, അവിടെ പ്ലേ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, അവിടെ പറയുന്ന ഓരോ വാക്കുകളും തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു. ഇനി അത് ശ്രദ്ധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ആൻഡ് മറ്റൊരു കാര്യം, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് പറയണമായിരുന്നു, അതെനിക്ക് എൻ്റെ അഭിമാനമായിട്ടുള്ള കാര്യമാണ്, അമ്മയുടെ പേരും കൂടി പറയാൻ പറ്റാത്തതിൽ എനിക്കൊരു സങ്കടമുണ്ട്, അച്ഛനും അമ്മയും അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ അങ്ങ് ന്യായീകരിക്കുമ്പോൾ ഇതിനു മുമ്പ് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തും ഈ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പെട്ടെന്ന് വടശ്ശേരി ദാമോദര മേനോൻ മകൻ എന്ന് പറയുന്ന ഒരു കാര്യമായത്. അതിനെയാണ് ആളുകൾ ചോദ്യം ചെയ്തത്. പക്ഷേ അദ്ദേഹം അതിലെ സെൻറ്റിമെൻറ്റ്സ് മാത്രം വെച്ചിട്ട് അതിനെ അങ്ങോട്ട് ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ബാലൻസ് കിട്ടിയതുകൊണ്ടും മാധ്യമപ്രവർത്തകർ ഇപ്പം
അങ്ങനെ ആക്രമിക്കേണ്ട ഹണിമൂൺ പീരീഡ് അല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും അധികം ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടായില്ല. പിന്നൊന്ന്, സാമുദായിക സംഘടനകളുടെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവരെ കാണുക, ഇപ്പോൾ ബിഷപ്പുമാരെ കാണുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ താനൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അപ്പോൾ ഇഷ്ടക്കേടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തേണ്ട ആവശ്യകതയുണ്ട്, താൻ ഇപ്പോഴും സെക്യുലറാണ്, ആ നിലപാടുകൾക്കൊന്നും മാറ്റമില്ല, പക്ഷേ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ അല്ലെങ്കിൽ അതിനെ നമ്മൾ എതിർക്കുമെന്ന് പറയുമ്പോഴും അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ഓടിയെത്തും, കാര്യങ്ങൾ ചോദിക്കും എന്ന് പറയുന്ന ആ ഒരു നിലപാടാണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്തോ വോട്ട് ചെയ്തില്ലേ, അദ്ദേഹത്തിന് ഇതിനു മുമ്പ് കളിയാക്കിയിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ, ഇതൊന്നും എടുത്ത വിഷയമല്ല. അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും കാര്യങ്ങൾക്ക് തുല്യ പരിഗണനയാണ് കൊടുക്കേണ്ടത്. അതാണ് സത്യപ്രതിജ്ഞാ വാചകമായിട്ട് അദ്ദേഹം ഉരുവിട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിഷപ്പ് ഹൗസിലും പോകേണ്ടി വരും, മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ ആളുകളെയൊക്കെ കാണാൻ പോകേണ്ടി വരും. അതങ്ങനെ ഒരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞാൽ തിണ്ണ നിരങ്ങാൻ പോവില്ല എന്ന് പറയുന്ന ആ പ്രയോഗം ഉണ്ടല്ലോ, അതിനെ കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഒപ്പം ഉണ്ടാവണ്ടേ എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ബിഷപ്പ് ഹൗസിൽ പോകുന്നുണ്ടെങ്കിൽ NSSൻ്റെ ആസ്ഥാനത്തും SNDPയുടെ ആസ്ഥാനത്തും ഒക്കെ പരിപാടിക്ക് പോകുമ്പോൾ നിങ്ങൾ പുലയ മഹാസഭയുടെ ആസ്ഥാനത്തും പോകണം, സാംഭവ മഹാസഭയെ കാണണം, ഉള്ളാട മഹാസഭയെ കാണണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. അല്ലാതെ ചില പ്രത്യേക ഇടങ്ങളിൽ നേരിട്ടുള്ള സന്ദർശനങ്ങളും ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു ചെറിയ സോഷ്യൽ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമില്ലേ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് വെറുമൊരു സോഷ്യൽ ബാലൻസിംഗ് എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രമാണോ എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം ഒരു പൂക്കിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ പൂക്കി പിള്ളേരുടെ എല്ലാം ഇൻസ്റ്റഗ്രാമിലെ അവരുടെ വീഡിയോസിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും ആ കുസൃതി കലർന്നിട്ടുള്ള ആ ചുണ്ട് കടിക്കുന്ന വീഡിയോ ഒക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു ഹണിമൂൺ പീരീഡിൻ്റെ ഭാഗമായിട്ടൊക്കെ എടുക്കാം. പക്ഷേ ഇനി അങ്ങോട്ടും അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. ആ ചോദ്യോത്തരങ്ങളുടെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അപമാനിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ നടക്കുന്ന ആക്രമണം എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തക ആവുകയോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മോശം പരാമർശങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വിജിൽ മോഹനെ അദ്ദേഹം ഇപ്പം തന്നെ ഫോൺ എടുത്ത് അതിശക്തമായ ഒരു താക്കീത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം UDFലെ വളരെ ശക്തനായിരുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയി പ്രതിഷേധങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ആ അതിജീവിതയെക്കുറിച്ച് വളരെ മോശം പരാമർശമാണ് വിജയം കൈവരിച്ചതിന് ശേഷവും വിജിൽ മോഹൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പുള്ളിയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ആ അതിജീവിത നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കൂവലും വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള മോശം പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അല്ലാതെയും പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ അത് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു മാതൃക സൃഷ്ടിക്കുക. കൊച്ചു പിള്ളേരോട് മക്കൾ നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ അവരും അത് ചെയ്യും. അത് നിങ്ങൾ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവൃത്തിയിലും ആ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ UDF പ്രവർത്തകരെ ഒന്ന് നിലക്കി നിർത്തുക, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യവും മുഖ്യമന്ത്രിയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കാരണം ടീം VDS എന്നാണല്ലോ പറയുന്നത്. ഇത്രയുമാണ് ആ ഫേസ്ബുക്ക് ലൈവിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇന്ന് സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചില ചർച്ചകളിൽ ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് ആണ്. സമര കവാടം എന്നാണ് ഈ നോർത്ത് ഗേറ്റിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി V.D. സതീശൻ അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: സമര കവാടം എന്ന് വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. ഇവിടം വരെ ഒരു കുഴപ്പമില്ല. പക്ഷേ അടുത്ത സെൻറ്റൻസ്, 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോർത്ത് ഗേറ്റിൻ്റെ അത് തുറന്നിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് V.D. സതീശൻ. ആ V.D. സതീശന് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നതെന്ന് അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനുശേഷം 10 വർഷത്തിന് ശേഷമാണ് ഇത് തുറക്കുന്നതെന്ന് മാധ്യമങ്ങൾ പറയുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഒരു നുണയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. പഴയ V.D. സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലെയല്ല കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള V.D. സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അതിൻ്റെ മുഴുവൻ വാക്യാർത്ഥത്തിലും സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ കേൾക്കുമ്പോൾ 10 വർഷമായിട്ട് നോർത്ത് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിലും പിണറായി വിജയൻ ജനങ്ങളെ അടുപ്പിക്കുന്നില്ല, മാധ്യമങ്ങളെ അടുപ്പിക്കുന്നില്ല, ഈ സെക്രട്ടേറിയറ്റൊക്കെ പൂട്ടി വെച്ചിട്ട് അയാൾ കാവലിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് മാധ്യമങ്ങളായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനെ V.D. സതീശൻ വീണ്ടും അടിച്ചുറപ്പിക്കുന്നത് പോലെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന V.D. സതീശൻ ഒരിക്കൽ പോലും സെക്രട്ടേറിയറ്റിലെ ആ നോർത്ത് ഗേറ്റ് തുറക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല, എൻ്റെ ചോദിക്കുകയാണ്. കാരണം ഒരു 3 വർഷം മുമ്പ് ഇവിടുന്ന്
പിന്നോട്ടൊരു 3 വർഷം മുമ്പ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നോർത്ത് ഗേറ്റ് വീണ്ടും തുറന്നു എന്നുള്ള വാർത്ത നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗേറ്റ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളത് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2020 കോവിഡിൻ്റെ വ്യാപനം ഉണ്ടായതിനു ശേഷമാണ് ഈ നോർത്ത് ഗേറ്റ് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ക്ലോസിങ്ങിലേക്ക് പോകുന്നത്. അതായത് ആ കോവിഡ് സമയത്ത് ആ ഗേറ്റ് അടച്ചു. അതിനുശേഷം പലതരം വിവാദങ്ങൾ കൊണ്ട്, എന്ന് വെച്ചാൽ അതിശക്തമായ വിവാദങ്ങൾ കൊണ്ട് സെക്രട്ടേറിയറ്റ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവിടുത്തെ ഫയലുകൾക്ക് തീ പിടിച്ചത്, പിന്നെയും ഒരുപാട് സമരങ്ങൾ, ഇതൊക്കെ കൊണ്ട് ഈ സമരം ചെയ്യുന്നവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഗേറ്റ്, അതിനെ സമര ഗേറ്റ് എന്ന് വിളിക്കാൻ തന്നെ കാരണം, അല്ലെങ്കിൽ സമര കവാടം എന്ന് വിളിക്കാനുള്ളൊരു കാരണം, അവിടെ കുറച്ച് സ്ഥലമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. മറ്റ് ഗേറ്റുകളൊന്നും പോലെയല്ല, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, വളരെ വിസിബിളാണ്, നല്ല ലൈറ്റ് ഉണ്ട്. മാത്രമല്ല അവിടെ സ്ഥിരമായി കല്ലേറും പരിപാടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ആ അടുത്തുള്ള പല കടകളുടെയും ചില്ല് ബുള്ളറ്റ് പ്രൂഫ് ആണെന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം സ്ഥിരമായി, അതായത് അവിടെയാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഏത് സമരം വരുമ്പോഴും എല്ലാവരും ഓടി വരുന്ന ഗേറ്റ് അതാണ്. ഈ സമരക്കാരെ മുഴുവൻ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് കയറ്റി വിടാൻ പറ്റില്ല. കാരണം ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. അതിൽ കുറച്ച് ആളുകൾക്ക് കൃത്യമായ ന്യായമായ കാര്യങ്ങൾ പറയാനും അതിൻ്റേതായിട്ടുള്ളൊരു അജണ്ടയൊക്കെ ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് മുന്നിൽ കിട്ടുന്നതിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഭേദമൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സെക്രട്ടേറിയറ്റിൻ്റെ ഈ നോർത്ത് ഗേറ്റ്, അവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ദൂരം വളരെ കുറവാണ് അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ആ ഗേറ്റ് സമരക്കാരെ അകത്തേക്ക് കടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പോലീസിൻ്റെ ബാരിക്കേഡ് വെച്ചു, ഗേറ്റ് ലോക്ക് ചെയ്തിട്ടു. ഇതെപ്പോൾ 2020 കോവിഡിൻ്റെ ഭാഗത്ത് പൂട്ടിയിട്ട് പിന്നീട് ഒരുപാട് സമരങ്ങൾ വന്ന് അങ്ങനെ അത് കുറേ കാലം, ദീർഘകാലം തുറക്കാതിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയി പൂട്ടിക്കിടന്ന ഗേറ്റ് 3 വർഷം മുമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റിന് തുറക്കും. 3 വർഷം മുമ്പ് ബാരിക്കേഡ് സ്ഥാപിച്ച് അടച്ച നോർത്ത് ഗേറ്റാണ് തുറക്കുന്നത്. നവീകരണത്തിന്റെ പേരിലാണ് ഗേറ്റ് അടച്ചതെങ്കിലും പിന്നീട് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിരമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. സർക്കാരിനെതിരെ തുടർച്ചയായി പ്രതിപക്ഷ സമരം ഉണ്ടായതോടെയാണ് ഗേറ്റ് തുറക്കുന്നത് വൈകിയത്. 3 വർഷങ്ങൾക്ക് ശേഷം സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് വീണ്ടും തുറന്നു. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ് തുറന്നത്. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് തുറക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2020 മാർച്ചിൽ കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്നാണ് ആദ്യം ഈ ഗേറ്റ് അടച്ചുപൂട്ടിയത്. സാധാരണ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലൊക്കെ ജനങ്ങൾ എത്തിയിരുന്നത് ഈ ഗേറ്റ് വഴിയായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ 3 വർഷം മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ വാർത്തകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടക്കം ചുരുക്കം വാഹനങ്ങൾക്കാണ് ആ ഗേറ്റിലൂടെ കടന്നു പോകാൻ പറ്റുക. പിന്നെ പാസ് എടുത്ത് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ആളുകൾ പിന്നിലെ ഗേറ്റിനടുത്ത് ചെന്ന് പാസ് എടുത്തിട്ട് അവർക്ക് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രശ്നപരിഹാര സെല്ലിലേക്കാണ് പോകേണ്ടത്, അപ്പോൾ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫ്രണ്ട് ഗേറ്റ്, ഈ നോർത്ത് ഗേറ്റ് ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടും. അല്ലാത്ത പക്ഷം സെക്രട്ടേറിയറ്റിന് പുറകിൽ വഴിയുണ്ട്, വാഹനങ്ങളടക്കം കടന്നു പോകാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഒരു ഗേറ്റ് പ്രത്യേകിച്ച് ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എൻട്രിയും എക്സിറ്റും ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇല്ലേ. പിന്നെ ഈ സമരക്കാരെയൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തുടങ്ങിയതിന് ശേഷം നാളെ SFIയുടെയോ DYFIയുടെയോ ഒരു ജാഥ വരുന്നു. ആ ജാഥക്കാർ മുഴുവൻ ഈ നോർത്ത് ഗേറ്റിൻ്റെ മുമ്പിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാരിക്കേഡ് വെക്കാതെ ഗേറ്റ് മലർക്കെ തുറന്നിട്ട് അങ്ങനെ ചെയ്യില്ലല്ലോ. ആ ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ഡി സതീശനെയും കുറ്റം പറയില്ല, പിണറായി വിജയനെയും കുറ്റം പറയില്ല, കാരണം അവിടെ ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് 3 വർഷം മുമ്പ് തുറന്നു കൊടുത്തിട്ടുള്ള ആ ഗേറ്റ് 10 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ വി ഡി സതീശൻ വളരെ കണ്ണിങ് ആയിട്ടാണ് അത് ഡീൽ ചെയ്തത്. കാരണം അത് മാധ്യമങ്ങൾ പറഞ്ഞു എന്നേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, മാധ്യമങ്ങൾ പറഞ്ഞു എന്നല്ലേ. പക്ഷേ മാധ്യമങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് വി ഡി സതീശൻ അതിനകത്ത് കുറിച്ചിട്ടില്ല. സോ സ്വാഭാവികമായും 10 കൊല്ലമായിട്ട് അത് അടച്ചിട്ട് പിണറായി വിജയൻ അവിടെ അടയിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത ജനങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ കാരണമാവും. അതിൻ്റെ കൂടെ മുഖ്യമന്ത്രി വി ഡി സതീശനോടുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ ആരോഗ്യം, സ്വത്ത്, ജീവൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നാളെ ഒരുപാട് സമരക്കാർ നോർത്ത് ഗേറ്റിലേക്ക് വീണ്ടും വരും. ഓൾറെഡി സമരം അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഞങ്ങൾ അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്ന വൻ പ്രഖ്യാപനങ്ങൾ നമ്മൾ പല സൈഡിൽ നിന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ കടുത്ത ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇനിയും സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് കാണാനിരിക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ജനങ്ങളെ എന്നിലേക്ക് വിളിക്കുന്ന ആളാണ്, ഞാൻ ഭയങ്കര ഓപ്പണാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ നോർത്ത് ഗേറ്റും തുറന്നിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായും നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ഒരിക്കലും അതിനെ അനുവദിക്കുകയില്ല, ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. അപ്പോൾ അവിടെ ധീരത കാണിക്കാൻ പോകാതെ കുറച്ച് ബുദ്ധിപരമായിട്ട് സമരക്കാരെ ഗേറ്റിന് മുമ്പിൽ വെച്ച് തടയുക, ഗേറ്റ് അങ്ങ് ലോക്ക് ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. യു ക്യാൻ ഡു ദാറ്റ്. ഇനി മറ്റൊരു കാര്യം പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ താമസിച്ച വീടുകൾക്കെല്ലാം മോടി കൂട്ടുകയാണ്. ഇവിടുത്തെ പദപ്രയോഗമാണ് ഇതിലെ രസം. LDF സർക്കാർ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ വാഹനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ അവിടെ മോടി കൂട്ടുക എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മോടി കൂട്ടലില്ല, അറ്റകുറ്റപ്പണികളേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ താമസിച്ചിരുന്ന ക്ലിഫ് ഹൗസ്,
ആ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് 84 വർഷത്തോളം പഴക്കമുള്ളൊരു ബിൽഡിംഗാണ്. 1942 അവിടെ ആൾക്കാർ താമസിച്ചു തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ കേരളം രൂപീകൃതമാവുന്നതിന് മുമ്പേ വന്നിട്ടുള്ള ഒരു ബിൽഡിംഗാണ്. പണ്ട് ദിവാൻ പേഷ്കാറൊക്കെ താമസിച്ചിരുന്ന ഒരു വീടാണ്. അപ്പോൾ ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു ബംഗ്ലാവാണിത്. അത്തരം ബംഗ്ലാവുകൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ അതിനൊരു പൈതൃക സംരക്ഷണ രീതിയും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ താമസിക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ അയാളുടെ ഓഫീസ് അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തൊരു ബംഗ്ലാവ് എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണത്. അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100 വർഷത്തോളം പഴക്കമാവുന്നു എന്ന് പറയുമ്പോഴേക്കും വളരെയധികം കാശ് മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ അത് മൊത്തം പൊളിച്ചിട്ട് ഒരു ചെറിയ ബിൽഡിംഗ് പണിയാന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ എന്ത് അറ്റകുറ്റപ്പണി വരുമ്പോഴും അതിൻ്റെ സ്വാഭാവിക തനിമ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല പൈസ ചിലവ് വരും. അതിപ്പോൾ VD സതീശൻ അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയാലും, പിണറായി വിജയൻ നടത്തിയാലും, VS അച്യുതാനന്ദൻ നടത്തിയാലും, സാക്ഷാൽ ഉമ്മൻചാണ്ടി വന്ന് നടത്തിയാലും അവിടുത്തെ അറ്റകുറ്റപ്പണിക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവുകൾ വരും. അതിനെ നിങ്ങൾ മോടികൂട്ടൽ എന്ന് വിളിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇത്തവണ മോടികൂട്ടലില്ല, അറ്റകുറ്റപ്പണിയേ ഉള്ളൂ എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതല്ലെങ്കിൽ അവർ ക്ലിഫ് ഹൗസിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അങ്ങനെ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറുന്ന VD സതീശന് തന്നെ നേരിട്ട് നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നതിനും അപ്പുറത്തേക്ക് ഇവരൊക്കെ താമസിക്കുന്ന ഓഫീസുകൾ അല്ലെങ്കിൽ വീടുകൾ, ബംഗ്ലാവുകൾ, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മളും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ അറ്റകുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ ചുരുക്കം മന്ത്രിമാരുടെ വസതികളിൽ പോയിട്ടുണ്ട്, അവരുടെ ഓഫീസുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള സംശയങ്ങളാണ്. ഈ മന്ത്രിമാരിൽ പലരുടെയും വീടുകൾക്ക് ചുറ്റും അവർ ഇൻ്റർലോക്ക് ടൈലിട്ടിട്ടുണ്ട്. ഈ ടൈലുകൾക്ക് ഏതാണ്ട് ഒരു 2-3 വർഷം കൂടുമ്പോൾ തന്നെ ഈ മണ്ണിൻ്റെ ബലക്കുറവും അതുപോലെയുള്ള കാര്യങ്ങളും മഴയൊക്കെ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ. അപ്പോൾ ആ ടൈലുകൾ ചിലപ്പോൾ പൊളിയാം, അതിൻ്റെ ആ കയറ്റിറക്കങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമാണ്. 5 കൊല്ലം കഴിഞ്ഞേ ശരിയാക്കൂ അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞേ ശരിയാക്കൂന്നില്ല. 2-3 വർഷം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ വരും. ഇവിടെയൊക്കെ വാട്ടറുമായിട്ടും വെള്ളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈപ്പുകളും പരിപാടികളും ഒക്കെ ഉണ്ട്. അതിനും ഇടയ്ക്കിടയ്ക്ക് അറ്റകുറ്റപ്പണികൾ വരും. നമ്മുടെ വീട് മാത്രം നോക്കിയാൽ മതി. ഇവരുടെയൊക്കെ വീടുകളിൽ ഓഫീസ് സ്റ്റാഫുകളുണ്ട്, പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്, മന്ത്രിമാരുടെ ബന്ധുക്കളുണ്ട്, സന്ദർശകരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ കയറി ഇറങ്ങി പോകുന്ന അവിടുത്തെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറ്റകുറ്റപ്പണികൾ, അവിടുത്തെ സോഫ, ഇരിപ്പിടങ്ങൾ, ഈവൻ കർട്ടൻ, നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ, കർട്ടനുകൾ, അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. 5 വർഷം കൂടുമ്പോൾ ഇവരിത് മാറ്റുകയാണോ ചെയ്യുന്നത്, അതായത് മാറ്റി വാങ്ങുകയാണോ ചെയ്യുന്നത്, അറ്റകുറ്റപ്പണികൾ നടത്തുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ മോടി കൂട്ടുന്നില്ല, അറ്റകുറ്റപ്പണികളാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു 5 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെയൊക്കെ ഓഫീസുകളിലും വസതികളിലുമുള്ള സോഫകൾ, ഈ പറയുന്ന കർട്ടനുകൾ, അവിടുത്തെ ടൈലുകൾ, പിന്നെ മര ഉരുപ്പടികൾ, ഇതൊക്കെ ഇവർ ജസ്റ്റ് ഒരു മെയിൻ്റനൻസ് നടത്തി വെക്കുകയാണോ ചെയ്യുന്നത്, അത് റീപ്ലേസ് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്ന് പറയുന്നൊരു സംശയം. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ VD സതീശൻ മുഖ്യമന്ത്രി മുൻ മന്ത്രിസഭകൾ എന്താണ് ചെയ്തതെന്നും ഞങ്ങൾ എന്താണ് ചെയ്തതെന്നും വ്യക്തമാക്കുന്ന രീതിയിൽ ഇതിന് വലിയ ചിലവൊന്നുമില്ല, എല്ലാ വീട്ടുകാരുടെ അടുത്തും ചെന്ന് പറയൊന്നും വേണ്ട. ചെറിയൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ കുറച്ച് യങ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് ഈ കണക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ കർട്ടനുകൾ എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ വാഷിന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് വാഷ് ചെയ്തെടുക്കാം. അതേസമയം ഇതേ കർട്ടനുകൾ ചില പാർട്ടികളുടെ ചിന്തകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ചില സൗകര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടോ ഇവർ വേറെ കർട്ടനുകൾ വാങ്ങുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ലക്ഷങ്ങളുടെ ചിലവാണ്. നമ്മൾ ഒരു മന്ത്രിയുടെ വസതിയിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ചെന്നാൽ എല്ലാ വിൻഡോയിലും കർട്ടനുണ്ട്. എല്ലാം നല്ല കൂടിയ സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഇവർ കളയുമോ അതോ റീവാഷ് ചെയ്യുകയാണോ ചെയ്യുക? എന്താണ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും. ഈവൻ ടോയ്ലറ്റ്സ് 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ആ ടോയ്ലറ്റിലെ കുറേ കാര്യങ്ങളെടുത്ത് മാറ്റേണ്ടി വരില്ലേ? ഒരു വാഷ് ബേസിൻ റീപ്ലേസ് ചെയ്യണമെങ്കിൽ തന്നെ ഒന്നാമത് നമ്മുടെ ഗവൺമെൻറ് പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ആ ബന്ധപ്പെട്ട കാര്യം നന്നാക്കണം എന്നുണ്ടെങ്കിൽ വകുപ്പിൽ നിന്ന് ആൾ വരും, അവർ എസ്റ്റിമേറ്റ് ഇടും, എന്നിട്ട് ആർക്കാണ് ഇത് കൊടുക്കാൻ പറ്റുക എന്ന് നോക്കും. അങ്ങനെ ഒരു കാല ദൈർഘ്യമെടുക്കും. അതുപോലെ തന്നെ ഇതിൽ പണച്ചെലവുണ്ട്. ഇവിടെയൊക്കെ VD സതീശൻ സർക്കാർ ചിലവ് കുറയ്ക്കുന്നു. അതായത് മോടി കൂട്ടുന്നില്ല, അറ്റകുറ്റപ്പണിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അതിനൊപ്പം VD സതീശൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തിരുന്നതെന്നുള്ളതും കമ്പയർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാമായിരുന്നു. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആകെയുള്ള എന്താണ്, കുറച്ച് മീഡിയക്കാർ കൊടുക്കുന്ന ടൈറ്റിലുകളാണ്. അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? VD സതീശൻ സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്തായിരുന്നു ഈ 2 പേരും ചെയ്തതിലുള്ള വ്യത്യാസം എന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കുകയാണെങ്കിൽ ഒരുപാടധികം
ജനങ്ങൾ വി.ഡി. സതീശനോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു മാധ്യമ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റാണ് അത് ചെയ്തത്. അതൊരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കേരളത്തേക്കാൾ മുമ്പ് കർണാടകത്തിലാണ് വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നൊരു പദ്ധതി അവർ നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ റിപ്പോർട്ടർ കർണാടകയിൽ പോയിട്ട് ബസ്സുകൾ, യാത്രക്കാർ, ബസ്സിലെ പ്രവർത്തകർ ഇവരോടൊക്കെ ചോദിച്ചിട്ട് വിവരങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ജനങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിച്ചു. അതിൻ്റെ പേരിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ജോലി ചെയ്യുന്ന ആളുകളും അവർ പറയുന്നത് ഈ സൗജന്യമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നതല്ലേ, അവർ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ, പക്ഷേ ഞങ്ങളുടെ ശമ്പളം കുറയ്ക്കരുത് എന്ന് പറയുന്ന കാര്യമാണ്. അവരിതുവരെ ശമ്പളം കുറച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 3 വർഷത്തിനിടയ്ക്ക് 1700 കോടി രൂപയോളം സർക്കാർ ഈ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ഫണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാത്രമല്ല, അവിടെ വേറെയും സർവീസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 1700 കോടി, ഇനിയും 2 വർഷം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ എത്ര കോടി ഇവർ ഈ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ഫണ്ട് ചെയ്യേണ്ടി വരും? വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എത്ര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫണ്ടാണ്. ഞാൻ പറയുന്നത് അതെടുത്ത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി എന്നല്ല കേട്ടോ, ചെയ്യാം. പക്ഷേ ഇതൊരു വലിയ സാമ്പത്തിക ബാധ്യത പൊതുഗതാഗത സംവിധാനത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ KSRTC മാത്രമല്ല ഓടുന്നത്, KSRTCയേക്കാൾ ഒരുപക്ഷെ കൂടുതൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് റൂട്ടുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി ശക്തമായി പഠിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത അത്രയൊന്നും ഇവിടെ വരില്ലായിരിക്കും, പക്ഷേ ഓൾറെഡി നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC, പ്രൈവറ്റ് ബസ് ഓണേഴ്സ്, ഇവരെയൊക്കെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് കുറച്ചും കൂടി ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഈ അധിക സാമ്പത്തിക ബാധ്യത ഒഴിവാക്കിയിട്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അതെങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇനിയിപ്പോൾ എന്തായാലും 15-ാം തീയതി ആകുമ്പോൾ അവരതിനെക്കുറിച്ച് കൃത്യമായൊരു അറിയിപ്പ് തരും. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഈ റിപ്പോർട്ട് ഇപ്പോൾ ഏഷ്യാനെറ്റ് ചെയ്തത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥയും നടപ്പിലാക്കാൻ കൊതിച്ച് കാത്തിരിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ, അങ്ങനെയാണ് മാധ്യമപ്രവർത്തനം വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം. അവിടുന്ന് കിട്ടുന്നു അത് മുഴുവൻ ഇവിടെ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് അവിടെ നിന്ന് ഇത്രയും കിട്ടി, പക്ഷേ ഞാൻ അവിടെ ശരിക്കൊന്ന് അന്വേഷിക്കും, ഇവിടെയും ഞാൻ അന്വേഷിക്കും, എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്യും, അത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറയുന്നിടത്ത് കുറച്ചും കൂടി നല്ല പെർസ്പെക്റ്റീവുള്ളൊരു മാധ്യമ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റുമല്ലോ. സോ അങ്ങനെയുള്ള അന്വേഷണാത്മക റിപ്പോർട്ടുകൾ ഉണ്ടാവട്ടെ, ജനങ്ങൾക്ക് ഉപകാരമാവുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ കുറച്ചും കൂടി ശക്തമായി പ്രവർത്തിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 25-ാം തീയതി നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി 1070 കോടി അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഖജനാവിൽ പൂച്ച വിറ്റ് കിടക്കുകയല്ല, 1070 കോടി രൂപ നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ളത് അവിടെ ഉണ്ട്. അല്ലാതെ 1070 കോടി ഈ മാസം നമുക്ക് ചിലവാക്കാൻ നമ്മുടെ ഖജനാവിലില്ല, ഖജനാവിൽ പൂച്ച വിറ്റ് കിടക്കുകയാണ്, നമ്മളിനി കടം വാങ്ങിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഡയലോഗ് കേൾക്കുന്നതിന് പകരം അത് കൊടുക്കും, അതിനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ തന്നെ നമുക്കിതിനെക്കുറിച്ചൊരു ധാരണയുണ്ടല്ലോ. എന്തായാലും ധവളപത്രം പുറത്തിറങ്ങട്ടെ. ധവളപത്രം കൂടി പുറത്തിറങ്ങിയതിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ജനങ്ങൾക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇനിയും തുടരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.